സ്വാധീനത്തോടെ കടന്നു വന്ന ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മരപ്പലകയിൽ ശക്തിയായി ചവിട്ടിയാണ് ചുവടുകൾ വയ്ക്കുന്നത്. അതുപോലെ തന്നെ ചവിട്ട് നാടകത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് അവരുടെ വേഷവിധാനങ്ങളാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ റോമ സാമ്രാജ്യത്തിലെ രാജാവിനെയും ഭടന്മാരെയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ ചവിട്ട് നാടകത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ക്രിസ്തീയ കഥകളാണ് കൂടുതലായി ചവിട്ട് നാടകത്തിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ചവിട്ട് നാടകത്തെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഏറ്റവും യോഗ്യയായ ഒരു വ്യക്തി തന്നെ നമ്മുടെ ഒപ്പമുണ്ട്, ഡോണിയ. ഇപ്പോൾ ചവിട്ട് നാടകത്തിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോണിയ. സ്വാഗതം. താങ്ക് യു. ചവിട്ട് നാടകത്തെക്കുറിച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമോ? എങ്ങനെയാണ്, എന്ത് കഥകളാണ് ചവിട്ട് നാടകത്തിനായിട്ട് ഉപയോഗിക്കുക? ചവിട്ട് നാടകത്തിൽ പ്രധാനമായും കളിച്ചു വരുന്നത് കാറൽസ്മാൻ ചരിതം നാടകം തന്നെയാണ്. അതുകൂടാതെ അല്ലേശു ചരിതം, ബ്രിജീന ചരിതം, ജ്ഞാനസുന്ദരി എന്നിങ്ങനെ ധാരാളം ചെന്തമിഴ് കൃതികൾ വേറെയുമുണ്ട്. ഇവയെല്ലാം തന്നെ ഗോതുരുത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ കളിച്ചു വരുന്നവയാണ്. അതായത് നമ്മൾ ചവിട്ട് നാടകത്തിൽ കഥ അവതരിപ്പിക്കുന്നത് പാട്ടിലൂടെയാണ്. ഇപ്പോൾ ഒരു ക്യാരക്ടർ ഒരു സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ ആ ക്യാരക്ടർ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിലൂടെ ഒരു പിക്ചർ ഓഫ് ദാറ്റ് ക്യാരക്ടർ ജനങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെയാണ് ചെയ്യുക. സംസ്കൃത നാടകത്തിൻ്റെ ഒരു അധിനിവേശവും ഈ ചവിട്ട് നാടകത്തിലുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം സംസ്കൃത നാടകത്തിൻ്റെ സൂത്രധാരനാണ് ആ നാടകത്തെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ചവിട്ട് നാടകത്തിൽ കട്ടിയക്കാരൻ എന്ന ഒരാളാണ് ചവിട്ട് നാടകത്തെ നിയന്ത്രിക്കുന്നത്. ശരിയാണോ? ചവിട്ട് നാടകത്തിൽ കട്ടിയക്കാരൻ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ ഏറ്റവും ആദ്യം വന്ന് കഥയുടെ ഏത് കഥയാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് പറയുക. അതുപോലെ തന്നെ ഒരു കഥയുടെ ഒരു ജിസ്റ്റ്, ഈ ചവിട്ട് നാടകം ഒരു ചെന്തമിഴ് രൂപത്തിലുള്ള ശീലുകളിലാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതും ഈ കട്ടിയക്കാരനാണ്. അതുപോലെ മറ്റ് പ്രോപ്പർട്ടീസ് എന്തെങ്കിലും സ്റ്റേജിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് പോവുക എന്നുള്ള രീതിയിൽ കട്ടിയക്കാരന് വളരെ പ്രധാനമായ റോളുണ്ട്. അതുകൂടാതെ തന്നെ ഒരു സേവകൻ, ഒരു രാജാവിൻ്റെ ഒരു പ്രിയപ്പെട്ട സേവകൻ എന്നുള്ള ഒരു രീതിയിലും കട്ടിയക്കാരൻ ചവിട്ട് നാടകത്തിൽ കടന്നു വരാറുണ്ട്. ഇപ്പോഴും സംസ്കൃതവും മലയാളവും ഒക്കെ കൂട്ടിക്കലർത്തി ചെന്തമിഴ് രൂപങ്ങളും ഒക്കെ തന്നെയാണോ ഉപയോഗിക്കുന്നത്? അതോ ഇപ്പോൾ മലയാള പദങ്ങൾ മാത്രമാണോ ഈ നാടകത്തിനായിട്ട് ഉപയോഗിക്കുക? ചെന്തമിഴ് ഭാഷയിൽ എഴുതപ്പെട്ട പ്രധാന കൃതികൾ കാറൽസ്മാൻ ചരിതം, ബ്രിജീന ചരിതം, അല്ലേശു ചരിതം, ജ്ഞാനസുന്ദരി തുടങ്ങിയ കഥകളാണ് ചെന്തമിഴ് ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അതിൽ കാറൽസ്മാൻ ഷാർലിമെയിൻ എന്ന ചക്രവർത്തിയുടെ കഥ പറയുന്നു. ബ്രിജീന ചരിതത്തിൽ ഒരു രാജ്ഞിയുടെ കഥയാണ്, ഒരു വിശുദ്ധയുടെ കഥയാണ് പറയുക. നിങ്ങൾ ഏത് ഉപജില്ലയാ? കോതമംഗലം. ഏത് കഥയാണ് ഇന്ന് അവതരിപ്പിച്ചത്? വർഗീസ് പുണ്യാളൻ്റെ കഥ. വർഗീസ് പുണ്യാളൻ്റെ കഥയാണ് അവതരിപ്പിച്ചത്. വളരെ നന്നായിരുന്നു. പേരെന്താ? അലീഷ. ഏത് ഉപജില്ലയിൽ നിന്നാ വരുന്നത്? മൂവാറ്റുപുഴ. കുറച്ച് നാളായോ ഈ ചവിട്ട് നാടകം പരിശീലിച്ചു തുടങ്ങിയിട്ട്? 2 വർഷം. ഏത് കഥയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്? ഡെത്ത് ഓഫ് ദി വാരിയേഴ്സ്. ഏത് കഥയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്? ഡെത്ത് ഓഫ് ദി വാരിയേഴ്സ്. ക്യാമറാമാൻ റഷീദ് മല്ലിശ്ശേരിയോടൊപ്പം MGM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക മായ.